everyone, ഈ വീഡിയോയിൽ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സെറ്റിൻ്റെ സിലബസ്, പേപ്പർ 1ൻ്റെ സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയി നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് മോട്ടിവേഷൻ എന്നുള്ളത്. സോ മോട്ടിവേഷൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് തിയറീസ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. സോ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. സോ ഈ സെഷനിൽ മോട്ടിവേഷൻ്റെ രണ്ട് ടൈപ്സ്, ഇൻട്രിൻസിക് ആസ് വെൽ ആസ് എക്സ്ട്രിൻസിക് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജൂലൈ 2023 സെറ്റ് എക്സാമിൽ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. The question goes like this: Raju was motivated by challenges, personal pleasure and engaging work, while most of his co-workers were motivated by the money. The force behind Raju can be termed as, and we have the options: extrinsic motivation, intrinsic motivation, achievement motivation and self-efficacy. So നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുകയാണ്. The question is like ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ആ എക്സാമ്പിളിൽ നിന്ന് നമ്മളോട് കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഡിറൈവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യണമെങ്കിൽ ബേസിക്കലി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്കും കൂടി പോകുന്നതായിരിക്കും. നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇഫ് യു ഹാവ് 4 ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, 4 ഓപ്ഷൻസും എന്താണെന്ന് ബേസിക്കലി ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. പിന്നീട് വരുന്ന ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ കംസ് ഫ്രം വിത്തിൻ, while extrinsic motivation arises from outside. When you are intrinsically motivated, you engage in an activity solely because you enjoy it and get personal satisfaction from it. You do the activity because it's internally rewarding, the goals come from within and the outcomes satisfy your basic psychological needs for autonomy, competence and relatedness. So എന്താണ് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നൊരു ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായി മോട്ടിവേറ്റഡ് ആവുന്നത് കൊണ്ടോ ചെയ്യുന്നതായിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ അതിന് നമുക്ക് ഒരു പ്രചോദനം നൽകുന്ന കാര്യം എന്താ? ബേസിക്കലി പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ജനറലി മോട്ടിവേഷൻ നമ്മൾ 2 രീതിയിൽ തരംതിരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന എന്താ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡിന് വേണ്ടിയിട്ടായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഒരു ഫെയിം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈസ് കിട്ടുക, അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള റിവാർഡ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യില്ല, അതായത് നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ കുറച്ച് നീഡ്സ് ഉണ്ട് അല്ലേ, അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായകരമാവുന്ന രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇഷ്ടം കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതൊരു സന്തോഷം തരുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്നുണ്ട്, ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് പുറകിലുള്ള മോട്ടിവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. സോ ഇവിടെ എന്താ, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാരണം എന്താ? ബിക്കോസ് യു എൻജോയ് ഡൂയിങ് ഇറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ. ആൻഡ് ഓൾസോ യു ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് എ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ യു വിൽ ബി ഇൻട്രിൻസിക്ലി മോട്ടിവേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെൽഫായിട്ട് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻറ്റേർണൽ റിവാർഡിംഗ് എന്ന് പറയാം. നിങ്ങളുടേതായിട്ടുള്ള ചില സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഓട്ടോണമി അല്ലെങ്കിൽ കോമ്പീറ്റൻസ് അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം.
അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? On the other hand, if you do something in order to gain an external reward, that is extrinsic motivation. The goals here are focused on an outcome and don't satisfy your basic psychological needs. Goals involve external gains such as money, fame, power, or avoiding consequences. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ട് ആയിരിക്കണം എന്നില്ല. ചില കാര്യങ്ങൾ എന്താ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിവാർഡ് അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും. അപ്പോൾ ആ ഗോൾ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ബേസിക്കലി ഒരു ഔട്ട്കം, നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. ഒരു ഔട്ട്കമ്മിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അല്ലാണ്ട് നമ്മളുടെ ഒരു സൈക്കോളജിക്കലായിട്ട് എണീറ്റ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊന്നും അല്ല ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മളെ പ്രചോദിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മോട്ടിവേഷൻ എന്താ? എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പണത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് അത് പൈസ കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഫാക്ടർ എന്താ? പണം എന്നുള്ള ഫാക്ടറാണ്. ഇനി നിങ്ങൾക്കൊരു ഫെയിമിന് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, എക്സ്റ്റേണലി നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അതെന്താ? ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാകും. ഞാനിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ എനിക്കതൊരു പ്രശ്നമായിട്ട് മാറാം, അത് പ്രശ്നമായിട്ട് മാറാതിരിക്കാൻ ഞാൻ ചെയ്യാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? ആ കോൺസിക്വൻസിനെ ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ ചെയ്യാണ്. അതായത് നമ്മുടെ സെൽഫായിട്ട് നമുക്ക് തോന്നിയിട്ടോ നമ്മുടെ ഇഷ്ടം കൊണ്ടോ നമ്മൾ ചെയ്യുന്നതല്ല. സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗെയിൻ അല്ലെങ്കിൽ എക്സ്റ്റേണലി എന്തെങ്കിലുമാണ് ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മോട്ടിവേഷനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ജൂലൈ 2023 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ. രാജു വാസ് മോട്ടിവേറ്റഡ് ബൈ ചലഞ്ചസ്, പേഴ്സണൽ പ്ലഷർ ആൻഡ് എൻഗേജിംഗ് വർക്ക്, വെൽ മോസ്റ്റ് ഓഫ് ഹിസ് കോ-വർക്കേഴ്സ് വർ മോട്ടിവേറ്റഡ് ബൈ ദ മണി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യാൻ. ഹീ ഈസ് മോട്ടിവേറ്റഡ് ആൻഡ് ഓൾസോ അത് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ പ്ലഷർ കൊടുക്കാറുണ്ട്. ആൻഡ് വളരെ എൻഗേജിങ് ആയിട്ട്, അതായത് അദ്ദേഹത്തിന് തന്നെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് രാജുന് എന്താ ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര മോട്ടിവേഷനാണ്. ഇങ്ങനെ പെട്ടെന്നൊരു ചലഞ്ചസ് ഒക്കെ വന്നു, അല്ലെങ്കിൽ പേഴ്സണൽ പ്ലഷർ അല്ലെങ്കിൽ എൻഗേജിങ് വർക്ക്, അതൊക്കെ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോ-വർക്കേഴ്സ് എന്തിനാ അവർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താ? മണിയാണ്. പൈസ അവർക്ക് കിട്ടുന്നു, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ രാജുവിനെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഫോഴ്സ് എന്താണ്? ദ ഫോഴ്സ് ബിഹൈൻഡ് രാജു ക്യാൻ ബി ടേംഡ് ആസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് പറഞ്ഞു അല്ലേ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പേഴ്സണൽ പ്ലഷർ, നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു, നമ്മൾ പേഴ്സണൽ ചോയ്സ് ആണ്, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ഒക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഓൺ ദി അതർ സൈഡ് അദ്ദേഹത്തിൻ്റെ കോ-വർക്കേഴ്സ് എന്താ ചെയ്യുന്നത്? അവർക്ക് ഒരു എക്സ്റ്റേണൽ റിവാർഡാണ്. അപ്പോൾ ഇവിടെ രാജു എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബിഹൈൻഡുള്ള ഫോഴ്സ് എന്താണ്? ദാറ്റ് ഇസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. വേറസ് ഹിസ് കൊളീഗ്സ് ഓർ ഹിസ് കോ-വർക്കേഴ്സ് അവരെ ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ദാറ്റ് ഇസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് രണ്ട് വേറെ ഓപ്ഷൻസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് എഫിക്കസി. ഇപ്പോൾ ഇത് രണ്ടും എന്താണെന്നും കൂടെ ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഇവിടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള അയാളുടെ കപ്പാസിറ്റി ഉപയോഗിച്ചൊരു കാര്യം ചെയ്യാനായിട്ട് ഉള്ളൊരു ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഹൈ പെർഫോമൻസ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമാണ്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്താൽ ദാറ്റ് ഇസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ആൻഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ കഴിവിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് ഈ കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും, ഐ എം കേപ്പബിൾ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റി കൊണ്ട് എനിക്കത് സാധിക്കും എന്നുള്ള നമ്മുടെ കപ്പാസിറ്റീനെ നമ്മൾ തന്നെ അക്നോളജ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു ഗോള് അല്ലെങ്കിൽ ഒരു ഗിവൻ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കത് കൃത്യമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവിൽ എനിക്കുള്ള വിശ്വാസം, അതിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ്, സെൽഫ് എഫിക്കസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൽബർട്ട് ബെൻറ്റൂറ എന്ന തിയറിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. എനിവേ നമ്മൾ ആ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോയി എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് ഓപ്ഷൻ ബി, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്. സോ ഈ രീതിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയി അല്ലെങ്കിൽ സ്പെസിഫിക് ആയി നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഏരിയാസ് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അത് കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഇതിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുക, എസ്പെഷ്യലി വെൻ യു പ്രാക്ടീസ് ദിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നോട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ ദി റൈറ്റ് ആൻസർ ആസ് സച്ച്. ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അപ്പുറത്തേക്ക്
ആ ഓപ്ഷൻസ് ഓരോന്നും ക്ലിയർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റനിൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ന്യൂ ഐഡിയാസ്. അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഇതിലെന്താണ് കറക്റ്റ്, എന്തുകൊണ്ട് മറ്റത് റൈറ്റ് ആവുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റനിൽ തന്നെ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ്, ഇപ്പം നമ്മളൊരു ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ തന്നെ 2 പുതിയ ആശയങ്ങൾ പഠിച്ചു, ഒരു തിയറിസ്റ്റിനെ കുറിച്ച് നമ്മൾ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നതും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കോച്ചിങ് സെറ്റിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Appleby അക്കാഡമിയുടെ കോഴ്സസ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഫ്രീ റിസോഴ്സസ് ആണ് നിങ്ങളുടെ പഠനത്തിൽ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ Appleby അക്കാഡമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ തരുന്ന അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫ്രീ റിസോഴ്സസ് ഉപയോഗിച്ച് നിങ്ങളുടെ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആക്കുക. ആ വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.